എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന തേങ്ങാമുറി എന്ന് പറയുന്നത് മലബാറി സ്റ്റൈലിലുള്ള സ്നാക്കാണ്. ഒരു 4 മണി പലഹാരം. ആദ്യം തന്നെ നമ്മൾ 2 ഉരുളക്കിഴങ്ങ് നല്ല രീതിയിൽ ബോയിൽ ചെയ്ത് മാറ്റി വെച്ചു. അതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞ് നമ്മളതിൻ്റെ മസാല തയ്യാറാക്കുകയാണ്. അതിനായിട്ട് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് അല്പം പെരുംജീരകം പൊട്ടിച്ചു. അത് ചൂടായി വന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമ്മളതിലേക്ക് സവാള ചോപ്പ് ചെയ്തത്, ഒരു വളരെ ചെറിയ സവാളയാണെങ്കിൽ 2 എണ്ണം, വലിയ സവാളയാണെങ്കിൽ 1 എണ്ണം വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇടുക. പച്ചമുളക് ഒരു 3 പച്ചമുളക് എടുത്തിട്ട് ഫൈൻ ചോപ്പ് ചെയ്ത് അതിലേക്ക് ഇടുക. കറിവേപ്പില ചോപ്പ് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ചോപ്പ് ചെയ്ത് തന്നെ വേണമെന്നില്ല, നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ചെയ്യാം. അപ്പോൾ നമ്മൾ കറിവേപ്പില ചോപ്പ് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുത്തു. അല്പം കൂടി ഉപ്പ് ഇട്ട് കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ സോട്ട് ചെയ്യണം. ഇത് അത്യാവശ്യം ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, കാശ്മീരി മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, ഒരു നുള്ള് കുരുമുളക്, ഗരം മസാല, ജീരകത്തിൻ്റെ പൊടി ഇത്രയും ചേർത്ത് വളരെ ലൈറ്റായിട്ട് നമ്മൾ മസാല ചേർക്കുന്നുള്ളൂ. നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തു. അതിൻ്റെ മസാലക്കുത്തിൽ പോയതിന് ശേഷം അതിലേക്ക് നമ്മൾ തക്കാളിയും മല്ലിയിലയും ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തു. ഒരു തക്കാളിയുടെ പകുതി പീസ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ജസ്റ്റ് കളറിന് വേണ്ടിയിട്ടാണ്, നമ്മൾ അധികം അത് വേവിച്ച് ഇതാക്കുന്നില്ല, കാണുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ അതിലേക്ക് ഇട്ടിരിക്കുന്നത്. ഇനി നമ്മൾ ബോയിൽ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് നല്ല രീതിയിൽ ഉടച്ച് അതിലേക്ക് ചേർക്കുകയാണ്. ഒട്ടും കട്ടയില്ലാതെ നമ്മളതിലേക്ക് ചേർത്തു. അല്പം വെള്ളം നമ്മളതിലേക്ക് തെളിച്ചു കൊടുത്തു. ഇനി നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. ഒട്ടും വെള്ളമില്ലാതെ വേണം എടുക്കാൻ, എന്നാണ് ടൈറ്റ് ചെയ്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ അല്പം ഫയറിട്ട് നല്ല രീതിയിൽ അതിനെ ശരിക്കും ഡ്രൈ ആക്കി എടുക്കുകയാണ്. അല്പം കൂടി ഉപ്പിട്ട് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുകയാണ്. ഇതാണ് നമ്മുടെ മുട്ടയുടെ പുറത്ത് വരുന്ന മെയിൻ കോട്ടിങ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ഡ്രൈ ആക്കി തന്നെ എടുത്തു. നമ്മളിങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ മസാല തയ്യാറായി കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ 3 സ്നാക്സാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമ്മൾ 3 മുട്ട എടുത്തിരിക്കുന്നത്. അത് 3 മുട്ട നമ്മൾ കോൺഫ്ലവറിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഒരു മുട്ട നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത്, പച്ചമുട്ട നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചു. ഇത് നമ്മൾ ആദ്യം കോൺഫ്ലവർ നല്ല രീതിയിൽ മുക്കി ശരിക്കും ഒട്ടിപ്പിടിച്ചതിന് ശേഷം നമ്മളതിലേക്ക് പച്ചമുട്ട എടുത്തു, അത് മിക്സ് ചെയ്ത് അതിലേക്ക് നമ്മൾ മുട്ട മിക്സ് ചെയ്തു. വീണ്ടും നമ്മൾ ഒന്നുകൂടി കോൺഫ്ലവറിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ മസാലേൻ്റെ പുറത്ത് വെച്ച് സ്റ്റഫ് ചെയ്യുന്നത്. അത് നല്ല രീതിയിൽ ചേർന്നിരിക്കും. ഇപ്പം നമ്മൾ ഒട്ടും ഗ്യാപ്പില്ലാത്ത രീതിയിൽ നമ്മൾ ആ മസാല നല്ല രീതിയിൽ തന്നെ തേച്ച് പിടിപ്പിച്ചു. ഇനി ഇതിലേക്ക് നമ്മൾ ആ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയിലേക്ക് വീണ്ടും നമ്മൾ ഒന്നുകൂടി ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ നമ്മൾ നല്ല രീതിയിൽ കോട്ട് ചെയ്തെടുക്കുകയാണ്. പരമാവധി ടൈറ്റായിട്ട് തന്നെ, ഒട്ടും ഗ്യാപ്പില്ലാത്ത രീതിയിൽ തന്നെ നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യേണ്ടത്. നമ്മൾ ചൂടായിട്ട് വന്ന ഓയിലിലേക്ക് ഓരോരോ പീസുകളായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അത് ഒരുപാട് ഹീറ്റാവരുത്. നമ്മൾ സമോസയൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ ചെറിയ ഹീറ്റിലുള്ളപ്പോൾ തന്നെ ഇടുക. എന്നിട്ട് ഓയിൽ ചൂടാവുന്നതനുസരിച്ച് നമ്മൾ പതുക്കെ ഇത് അടി ടച്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ശേഷം മാത്രം മാറ്റിയിട്ടാൽ മതി. എപ്പോഴും തിരിച്ചു കൊടുക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഒരു 7 മിനിറ്റ് ആകുമ്പോഴേക്കും നല്ല ബ്രൗൺ കളറായിട്ട് ഇത് കിട്ടും. അപ്പോൾ നമ്മൾ വളരെ സ്ലോ ഫയറിലാണ് നമ്മളിത് കുക്ക് ചെയ്തത്. അതിനുശേഷം കറക്റ്റായിട്ട് നമ്മൾ എടുത്ത് മാറ്റി വെച്ചു. നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്ന മസാലകൾ ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള മസാലകൾ മാറ്റി ട്രൈ ചെയ്യാം. കുരുമുളക് കൂട്ടി, ജീരകത്തിൻ്റെ പൊടി കൂട്ടി, മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട്, പച്ചമുളക് മാത്രം ഇട്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് വേണമെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ച് കുറച്ച് സ്വീറ്റാക്കി എടുക്കാം. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്കിതിനെ മിക്സ് ചെയ്ത് മാറ്റാം.